ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോതമംഗലത്തിനടുത്തുള്ള ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ്. ഇവിടെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാഴ്ചകളുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റുന്ന പാർക്ക് ഏരിയാസ് ഉണ്ട്. ഇനി ചുമ്മാ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനാണെങ്കിൽ അതിന് പറ്റുന്ന സ്ഥലങ്ങളുമുണ്ട്. വളരെ മനോഹരമായ ഈ ഭൂതത്താൻകെട്ടും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളും കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാഴ്ച നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ലെറ്റ്സ് മൂവ് ടു ദ ഭൂതത്താൻകെട്ട്. ഭൂതത്താൻകെട്ടിന് ഈ പേര് വരാൻ കാരണം ഒരു ഐതിഹ്യമാണ്. ഇവിടെ ഈ ഡാം വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ പാറ കൊണ്ട് പ്രകൃതി ഒരുക്കിയ ഒരു കെട്ടുണ്ടായിരുന്നു. അതിനെ ഇവിടെയുള്ള പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നത് ഒരു ഭൂതം കെട്ടിയ കെട്ടാണെന്നാണ്. അങ്ങനെയാണ് ഈ ഡാമിന് ഭൂതത്താൻകെട്ട് എന്ന് പേര് വന്നത്. എന്തായാലും ഭൂതം കെട്ടിയ ഡാമല്ല നമ്മളിന്ന് കാണാൻ പോകുന്നത്, മനുഷ്യർ കെട്ടിയ ഡാമാണ്. ഇതും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും വളരെ ശാന്തസുന്ദരമായ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലുള്ളവർക്കും വന്ന് സമയം സ്പെൻഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ആഘോഷിച്ച് പോകാൻ പറ്റുന്ന ഒരിടമാണ് ഭൂതത്താൻകെട്ട്. ഇത്രയും മനോഹരമായ ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത്, കൃത്യമായി പറഞ്ഞാൽ കോതമംഗലത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരം മാത്രം. ഇതുവരെ ഇവിടെ പോയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് പോയി നോക്കൂ. പോയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കൂ. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. ബൈ.